ഗൈസ്, നമ്മുടെ ചുറ്റിനെ ഒരുപാട് കളറുള്ള ബോക്സസ് ഉണ്ട്. അപ്പൊ ഇത്രയും കളർ ബോക്സസിലാണ് ഇന്ന് നമ്മുടെ ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം കളിക്കാൻ പോകുന്നത്. ഞങ്ങൾ ഒരുപാട് ഹൈഡ് ആൻഡ് സീക്ക് ബോക്സസ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇത്തവണ കുറച്ച് ടഫാണ് ഗൈസ്. അതായത് കളർ ബോക്സസ് ആയതുകൊണ്ട് തന്നെ ഇത്തവണ ഒളിക്കുന്ന 2 പേർക്ക് ഇത്രയും കളേഴ്സ് ഒരൊറ്റ കളർ ചൂസ് ചെയ്തിട്ട് 2 ബോക്സിൽ ഒളിക്കാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ ഞാനും അഞ്ചിയാണ് ഒളിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 2 പേരും സംസാരിച്ചിട്ട് ഒരു കളർ സെലക്ട് ചെയ്യും. ഇപ്പൊ പിങ്ക് ആണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാനൊരു പിങ്കിലും പിന്നെ 5 ഇതിൽ കാണുന്ന ഏതെങ്കിലും ഒരു പിങ്ക് കളർ ബോക്സിലോ ആയിരിക്കും ഒളിക്കുക. അതായത് ഇവർക്ക് ഒളിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ടഫ് ആയിരിക്കും, കണ്ടുപിടിക്കുന്ന ആൾക്കാർക്കും ഇന്ന് നല്ല അടിപൊളി പണിയാണ് ഗൈസ്. അതായത് ആദ്യത്തെ നമ്മുടെ ഹൈഡ് ആൻഡ് സീക്കിന് നമ്മൾ 5 ചാൻസസ് ആയിരുന്നു വെച്ചിരുന്നത്. പക്ഷേ ഇത്തവണത്തെ നമ്മുടെ ഹൈഡ് ആൻഡ് സീക്കിന് വെറും 3 ചാൻസിന്റെ ഉള്ളിൽ വേണം ഇത്രയും ബോക്സസിന്റെ ഉള്ളിൽ നിന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ കണ്ടുപിടിക്കുന്ന ആള് 3 ചാൻസിന്റെ ഉള്ളിൽ 2 പേരും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ റൗണ്ടിലും അവർക്ക് 1000 രൂപയാണ് ക്യാഷ് പ്രൈസ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കണ്ടുപിടിക്കാൻ വേണ്ടി ഞങ്ങൾ എന്തായാലും ട്രൈ ചെയ്യും. അത് മാത്രല്ല നല്ല അടിപൊളി പണിഷ്മെന്റ് ഉണ്ട്. ഈ തോൽക്കുന്ന ആൾക്കാർക്ക് ഇങ്ങോട്ട് കാണിച്ചു തരാം. നല്ല അരിഞ്ഞു വെച്ച കയ്പുണ്ട്, നല്ല അരിഞ്ഞു വെച്ച പച്ചമുളക് ഉണ്ട്. പച്ചമുളകിന്റെ സ്മെല്ല് തന്നെ ഉണ്ട് അതിന്റെ എരിവ്. പിന്നെ ഇതേവിടെ എപ്പോഴുള്ള പോലെ തന്നെ ലെമൺ ഉണ്ട് ഗൈസ്. പിന്നെ ഇതേ ക്ലോസ് അപ്പ് ഫേഷ്യൽ ആണ് തേക്കാനല്ല, മുഖത്ത് തേക്കാൻ. അതെ, ഇത് ഇപ്രാവശ്യം ക്ലോസ് അപ്പ് ഫേഷ്യൽ ആയിട്ടാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. പിന്നെ എപ്പത്തെ പോലെ തന്നെ ഫോമും ഉണ്ട് ഗൈസ്. അപ്പൊ ഇത്രയും പണിഷ്മെന്റ്സ് ആണ് ഈ കണ്ടുപിടിച്ച ആൾക്കാർക്ക് കിട്ടാൻ പോകുന്നത്. ഇനി ആരും കണ്ടുപിടിക്കാൻ കിട്ടിയില്ലെങ്കിൽ ആ കണ്ടുപിടിക്കാൻ പോയ ആൾക്കാർക്കും ഇതേ പണിഷ്മെന്റ് തന്നെ കിട്ടും കേട്ടോ. പിന്നെ ഗൈസ്, കണ്ടുപിടിക്കാൻ പോകുന്നവർക്കുള്ള ആയുധാണ് ഈ വടി. ഇത് നമുക്ക് ഏത് ബോക്സ് ആണെന്ന് സംശയമുള്ള ബോക്സിന് ഒരൊറ്റ അടി കൊടുത്തിട്ട് വേണം ഇതേപോലെ അടി കൊടുക്കാനുള്ളതാണ് ഈ ആയുധം. അപ്പൊ നമുക്ക് ഇവിടെ ഒരുപാട് കളർ ബോക്സസ് ഉണ്ട്. നമുക്ക് ഇവിടെ പിങ്ക് ബോക്സസ് ഉണ്ട്, ഗ്രീൻ ബോക്സസ് ഉണ്ട്, യെല്ലോ ബോക്സസ് ഉണ്ട്, ബ്ലൂ ബോക്സസ് ഉണ്ട്. ഇത്രയും ബോക്സസിന്റെ ഉള്ളിൽ നിന്നാണ് ഗൈസ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ആരാണ് ഫസ്റ്റ് പോവാൻ നോക്കാം. ആരെ സെലക്ട് ചെയ്യുന്നത്? എനിക്കാണ് കിട്ടല്. നോക്കട്ടെ, എന്റെ പേരിന്റെ എടുത്തോ. സസ്പെൻസ്. അഞ്ചാണ് ഇപ്പൊ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഞാനും ഷാമി ഒളിക്കും. സെയിം കളർ. ഞങ്ങൾ ഏത് ബോക്സിൽ ഒളിക്കുന്ന ആലോചിക്കാണ്. പിങ്ക് എനിക്ക് ഇഷ്ടമുള്ളതായതുകൊണ്ട് ഓള് ചിലപ്പോ ഞാൻ പെട്ടെന്ന് അല്ല, നമ്മൾ ഫസ്റ്റ് ഇൻട്രോയില് പിങ്ക് പറഞ്ഞാണ്, അപ്പൊ അത് പറ്റില്ല. അപ്പോൾ സംശയിക്കും. പിന്നെ ഗ്രീൻ യെല്ലോ പെട്ടെന്ന് സംശയിക്കൂല. ഞാൻ ഇവിടെ ഞാൻ അവിടെ ഇത് ഭയങ്കര കുഞ്ഞു പെട്ടിയ അന്ന് ഞാൻ അതിലിരിക്കാം. ഞാൻ ഇതിലിരിക്കാം. ഇത് ഓൾറെഡി കുറച്ച് ചപ്പിളി ആയിട്ടുള്ള ബോക്സാണ്. അപ്പൊ ഇതിലിരിക്കാം. കവറൊക്കെ കീറിപ്പോയൊക്കെ മനസ്സിലാവേ. കണ്ടുപിടിച്ച നല്ല അടി കിട്ടും ഷാമി. അന്നെ കണ്ടുപിടിച്ച എന്നെയും കണ്ടുപിടിക്കും, എന്നെ കണ്ടുപിടിച്ച എന്നെയും കണ്ടുപിടിക്കും. തരാം. എന്നെ കൊലക്കെടുക്കരുത് കേട്ടോ. അന്നെ പിടിച്ച എന്നെയും പിടിക്കും. ഭയം എനിക്ക് വേണോ. ഇനി ഞാൻ ആ കുഞ്ഞു പെട്ടിയിൽ പോയി ഒളിക്കണം. കുറേ ആയി ഗൈസ് ഇങ്ങനത്തെ ഗെയിം കളിച്ചിട്ട്. 2 എണ്ണത്തിന് ഇന്ന് പുറം പൊളിയാനുള്ളതാണ്. ഏതാ എടുക്കുക എന്നുള്ള കൺഫ്യൂഷൻ ആയിട്ട്. അധികം എനിക്ക് തോന്നുന്നു വലിയ ബോക്സിൽ ഞാൻ ഇരിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ചിലപ്പോൾ ചെറുതിൽ പോയിരിക്കും. പിന്നെ അത് മാത്രമല്ല 2 പേരെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ 1000 രൂപയാണ് ഗൈസ് ഒരു റൗണ്ടിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് പാഴാക്കാൻ പാടില്ല. ഞാനൊന്ന് ഇവിടെ നിന്ന് മൊത്തത്തിലൊന്ന് വീക്ഷിക്കട്ടെ കേട്ടോ, എന്നാലും എനിക്ക് മനസ്സിലാവുള്ളൂ. എല്ലാ പെട്ടിയും നല്ല വൃത്തിക്ക് ഞാൻ പോയപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, വൃത്തിക്ക് തന്നെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. പക്ഷേ ഞാൻ ഈ പെട്ടി ചൂസ് ചെയ്യാൻ പോകട്ടോ. ഫസ്റ്റ് തന്നെ ഗ്രീനാ ഞാൻ എടുക്കാൻ പോകുന്നത്. അടിക്കട്ടെ. ഇല്ല, അങ്ങനെ ഒരു ചാൻസ് പോയിട്ട് ഇനി 2 ചാൻസ് മാത്രമേ ഉള്ളൂ. ഇനി എനിക്ക് തോന്നുന്നു ഈ പിങ്ക്. എന്റെ ദൈവം, ഇനി ഒരാളും കൂടി ഞാൻ കണ്ടുപിടിച്ചില്ലേ ഞാൻ പണിഷ്മെന്റ് എടുക്കേണ്ടി വരും. ഈ പെട്ടി. അപ്പൊ ഞാനൊരു പച്ച എടുത്ത് ഒരു പിങ്ക് എടുത്ത് ഇനി ഞാൻ ഈ യെല്ലോ ഒട്ട എടുക്കാമെന്ന്. അടിക്കട്ടെ. ഇവളാണല്ലോ എപ്പോഴും കൈ. ഞാൻ
വാ. വലിയ ബോക്സ് സെലക്ട് ചെയ്യല്ലോ. രണ്ടാളെ കിട്ടിയില്ലെങ്കിൽ ഒന്നെങ്കിൽ കിട്ടി പണിഷ്മെന്റ് ഒന്നും കഴിച്ചില്ലാവാലോ. അത് കോൺഫിഡൻസ് അതിന്റെ ഉള്ളിൽ കുത്തിരിക്കുന്നു. ഞാൻ ആദ്യം ആ പെട്ടിയിൽ പോയി നോക്കി, ഈ പെട്ടി നോക്കി. ഞാൻ വിചാരിച്ചു നിങ്ങൾ ചെറിയ പെട്ടിയിലേക്ക് ഇരിക്കാതെ. ശ്രീ എവിടെ ഉള്ളത്? ശ്രീ എവിടെ? ശ്രീനെ കിട്ടിയില്ല. ശ്രീ ഇന്റെ ദൈവം, എല്ലാ കാലത്തും ഈ ഗെയിം കളിക്കാൻ സാധിത്തോളം എനിക്ക് രക്ഷപ്പെടും. പണിഷ്മെന്റ് എടുക്കട്ടെ. കയ്പൊക്കെ വേണോ, നാരങ്ങ വേണോ, ഷേവിംഗ് ഫോം വേണോ, എന്താ വേണ്ടേ? ഫസ്റ്റ് അല്ല കയ്പൊക്കെ മതി. എനിക്ക് രണ്ടുപേരെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ 1000 രൂപ കിട്ടിയായിരുന്നു. ലാസ്റ്റ് എല്ലാം കൂടെ കൂട്ടി വെച്ച് വിഷ് കഴിഞ്ഞിട്ടൊക്കെ കിട്ടുന്ന പോലെ എണ്ണി കാണിച്ചു തരായിരുന്നു. ഞാൻ ഇത് സെലക്ട് ചെയ്യും വിചാരിച്ചില്ല. ഇവള് വന്ന അവിടെ തന്നെ പറഞ്ഞ് വലിയ ബോക്സസിൽ ഇരിക്കൂലെന്ന്. അല്ല, ഡൈവേർട്ട് ചെയ്ത് ഞാൻ ആദ്യം അതാ വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പെട്ടി അതും സെലക്ട് ചെയ്ത്. പിന്നെ സൗണ്ട് കേട്ടോ ഞാൻ അങ്ങനെ അനങ്ങുന്നയോ ഒന്നും ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ആ ഭാഗത്ത് കിടന്ന് വട്ടം തിരിയായിരുന്നു. ഞാനില്ലേ മറ്റുള്ള കയ്യും കാലും ഇങ്ങനെ കിട്ടാപ്പൊക്കെ ചെയ്തോണ്ടേ ഞാൻ ഇങ്ങനെ കിടക്കരുത് അതിന്റെ ഉള്ളില്. ഞാൻ കയ്പൊക്കെ എടുക്കാം. ശ്രീയിലില്ല കേട്ടോ. നമ്മൾ എന്നാ ഒപ്പരാ വിളിച്ചത്. എന്നിട്ട് ഇങ്ങനത്തെ പണി ചെയ്യരുത്. കയ്പൊക്കെ മതി. ഒരു മിനിറ്റ് അവിടെ വെക്ക്. ഈ കയ്പൊക്കെ അവിടെ വെക്ക്. ഞാനൊന്ന് ആലോചിക്കട്ടെ. പേസ്റ്റ് നമ്മൾ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു സാധനമാണ്. പേസ്റ്റ് മതി. ലാസ്റ്റ് വരെ എനിക്ക് പൊള്ളു അഞ്ചി. അത് നമുക്ക് തുടച്ചളയെ കുറച്ച് കഴിഞ്ഞാല് കുരുവൊക്കെ നാളെ മുടങ്ങിട്ട് ചുകന്ന് നിൽക്കുന്നതാണ് ഞങ്ങൾക്ക്. പരത്തുന്നില്ല. ഇല്ല, അത് മതി. അങ്ങനെ എന്റെ വായിൽ വരെ അതിന്റെ ടേസ്റ്റ് വരുന്നു. ഇത് വെറൈറ്റി ആയിട്ട് സല്ല് കൊണ്ടുവച്ചിരുന്നു കഴിച്ചു. അപ്പൊ എനിക്ക് ഇതന്നെ ട്രൈ ചെയ്യാം. പല്ലേക്കാനല്ല കിട്ടിയില്ല. അത് മതി. 4 ദിവസം പല്ലേക്കാണ്. ഇനി അടുത്തത് കണ്ടുപിടിക്കേണ്ടത് ഷാമിയാണ്. പുറത്തു പോവാ. ഇത് വെച്ചിട്ട് ഞാനൊരു തെരഞ്ഞ നല്ല അടിച്ചുകൊണ്ടിട്ട് അഞ്ചി. അതിനെ അടിക്കില്ല. വെറൈറ്റി ആയിട്ട് നമുക്ക് യെല്ലോയിൽ തന്നെ വിളിച്ചാലോ. യെല്ലോ വേണ്ട, പണി കിട്ടിയിട്ടല്ലേ നോക്ക്. അല്ല, ഓള് ഇരുന്നതിൽ ഞാൻ ഇരുന്നാലും ചിലപ്പോൾ മനസ്സിലാവില്ല. ചിലപ്പോ അതിൽ തന്നെ ഈ ഇരിക്കൂലെന്ന് ഓള് വിചാരിക്കുന്നു പറഞ്ഞിട്ട് പിന്നെ വന്നിരുന്നാലോ. അല്ല, അടി കിട്ടി മൊത്തം പേടിച്ചിട്ട് ഗ്രീന് മതി. ഗ്രീൻ ഓക്കെ. ഞാനത് കണ്ടുപിടിക്കും. ഞാനിത് കണ്ടുപിടിക്കൂലേക്കല്ലേ. അടി കിട്ടിയില്ലെങ്കിൽ കാണാം. ഇതിൽ ഞാൻ എന്തായാലും ഫസ്റ്റ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്ന 5-നാണ്. എനിക്ക് ഈ പേസ്റ്റിന് ഒരു പണിഷ്മെന്റ് കൊടുക്കണം. രണ്ടാളെ കണ്ടുപിടിച്ച 1000 രൂപയാണ് ഗൈസ്. റെഡി? അപ്പോ ഇതിൽ എല്ലാ ബോക്സസും നല്ല രീതിയിൽ വെച്ചിട്ടുണ്ടല്ലോ. എന്തായാലും ഈ പ്രാവശ്യം യെല്ലോയിൽ ഒളിക്കൂല എന്നുള്ളത് ഉറപ്പാണ്. ഗ്രീൻ ആണോ ബ്ലൂ ആണോ പിങ്ക് ആണോ എന്നൊരു സംശയമുണ്ട്. ആദ്യം ഗൈസ് ഞാൻ സെലക്ട് ചെയ്ത പിങ്ക് ആണ് കേട്ടോ. ഇതിന് എന്തോ ഒരു പ്രശ്നം തോന്നിക്ക്. 3, 2, 1 ഗോ. ആരില്ല. ഇന്നൊരു ചാൻസ്. എനിക്ക് 2 ചാൻസേ ബാക്കിയുള്ളൂ. ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ, ഒന്ന് വീക്ഷിച്ച് നോക്കട്ടെ. ഇതിലെന്തായാലും ഇല്ല. ഇത് ഞാൻ അടുത്ത സെലക്ട് ചെയ്യാൻ പോകുന്നത് യെല്ലോയിൽ എന്തായാലും ഒളിക്കാൻ ചാൻസ് ഇല്ല. പിന്നെ ഉള്ളത് പിങ്ക് ആണ്. അത് ഞാനൊന്ന് സെലക്ട് ചെയ്ത്. പക്ഷെ ഈ 2 പിങ്കിലും എനിക്ക് ഡൗട്ട് ഉണ്ട്. പിന്നെ വരുന്ന കളറ് ഗ്രീനും ബ്ലൂ ആണ്. അതിൽ ഗ്രീൻ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. അപ്പൊ ആദ്യം ഗ്രീൻ നോക്കാം. ഗൈസ്, ഞാൻ ഈ ഗ്രീന് സെലക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് എന്തോ ഈ പെട്ടിക്ക് എന്തോ ഒരു കുഴപ്പമെങ്കിൽ തോന്നി. അത് സെലക്ട് ചെയ്യട്ടെ. 3, 2, 1 ഗോ. ഒരു ചാലഞ്ചില് ശ്രീന് ഞങ്ങൾക്ക് മര്യാദയ്ക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ഗൈസ്. പക്ഷെ ഞാൻ കണ്ടുപിടിച്ച് പണിയിട്ട് ഇറങ്ങിക്കോ. എനിക്ക് ഒരൊറ്റ ചാൻസേ ബാക്കിയുള്ളൂ. ഈ ഗ്രീനിലോ 5 ഇരിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാല് ഇല്ലല്ലേ. ഈ 2 ബോക്സിൽ ഒന്നിലാണ് 5 ഇരിക്കുന്നത്. പക്ഷെ 2 ഭയങ്കര പെർഫെക്ഷനിലാണ്. ഗൈസ്, ഞാൻ ഈ പെട്ടിയാണ് കേട്ടോ സെലക്ട് ചെയ്ത്. 3, 2, 1
ഇത്രയും പെട്ടിനുള്ളിൽ ഇത്രയും പെട്ടിനുള്ളിൽ നിന്ന് രണ്ടുപേരെ ഞാൻ കണ്ടുപിടിച്ചു. ചരിത്രം ഞാൻ മാറ്റി കുറിച്ച് ഫോം ആക്കി തരാം. ഇപ്പൊ ഇവർക്ക് രണ്ടാക്കും പണിഷ്മെന്റ് കൊടുക്കണം. ആദ്യം പിടിച്ച ശ്രീ ആയനെ കൊണ്ട്, ശ്രീയാണ് ഇനി കേട്ടോ ഞങ്ങളെ കണ്ടുപിടിക്കേണ്ടത്. ഇനി ആദ്യം പണിഷ്മെന്റ് ശ്രീക്ക് തന്നെ തരാം. ഇതാട്ടോ ഞാൻ കൊടുക്കുന്നത്. രണ്ട് കവിളായി അടങ്ങിന്നേ, അല്ലെങ്കിൽ ഞാൻ തലയിലൊക്കെ തണുക്കില്ലടാ. പുറത്ത് നല്ല മഴയും കാറ്റും ഇടിയൊക്കെ. ഇത്ര പെട്ടെന്ന് ഇവരെ മോന്ന് ഇങ്ങനെ ആക്കാൻ പറ്റുന്ന വിചാരിച്ചത്. എനിക്ക് 1000 രൂപ ക്യാഷ് പ്രൈസ്. ഞാൻ ഒരുപാട് ആയിരങ്ങൾക്ക് ഈ ചാലഞ്ചിൽ വാങ്ങി കൂട്ടും. ഇനി ഞങ്ങൾ രണ്ടുപേരാണ് വിളിക്കാനുള്ളത്. ശ്രീ പുറത്ത് പോകും. ഇനി ഞങ്ങളാണ് വിളിക്കുന്നത്. ശ്രീയാണ് കേട്ടോ കണ്ടുപിടിക്കുന്നത്. ഞങ്ങൾ ആദ്യം യെല്ലോയിൽ ഒളിച്ച്, പിന്നെ ഗ്രീനിൽ ഒളിച്ച്, ഇനി ബ്ലൂ പിങ്കും ആണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു ബ്ലൂ ആയിരിക്കും സെലക്ട് ചെയ്യുക. നമുക്ക് യെല്ലോ തന്നെ വിളിക്കാം. ഞാനിവിടെ വിളിക്കാം. അല്ല സെന്ററിൽ വിളിക്കണോ? ഇവിടെ നിന്നിട്ടേക്ക് ഓള് നോക്കുക. അപ്പൊ എനിക്ക് പേടിയാവും എന്തായാലും. അപ്പൊ ഞാൻ ഇതിൽ വിളിക്കാം. ഞാൻ അത്ര വലുതിൽ വിളിക്കുന്നോള് പ്രതീക്ഷിക്കൂല. ഈ ഇതിൽ വിളിച്ചു, ഞാൻ ഇതിൽ വിളിക്കാം. കഴിഞ്ഞില്ല ഡീറ്റി എൻ്റെ അടുത്ത് അതിൽ പോയി വിളിച്ചോ. കൈസ് ഓൾ അതിൽ പോയി വിളിക്കുന്നത്, ഞാൻ ഇതിൽ വിളിക്കാം. അഞ്ച് അതിന്റെ ഉള്ളിലിരിക്കാൻ സുഖം, നല്ല സ്പേസ് ഉണ്ട്. അടി കിട്ടാൻ ഞാൻ മതിയായിരുന്നു. എനിക്ക് ഇരിക്കാനൊക്കെ നല്ല സുഖം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എന്നെ കൊണ്ടൂല, ചെറുത്താ. രണ്ടുപേരൊന്നും പിടിക്കണമെന്നില്ലായിരുന്നു കൈസ്. ഒരാളെങ്കിലും പിടിച്ചാൽ മതിയായിരുന്നു. അപ്പം ആ പണിഷ്മെന്റ് ഒന്നും ഒഴിവായി കിട്ടുമല്ലോ. ഇത്തവണ ഇവര് ഭയങ്കര ബുദ്ധിപൂർവ്വം ഇരുന്നിട്ടുണ്ടാവും. ഒരു തവണ യെല്ലോയിലും ഇരുന്ന്, ഒരു തവണ ഗ്രീനിലും ഇരുന്നു അല്ലേ. പക്ഷെ ഇന്നെ പറ്റിക്കാൻ വേണ്ടി ചിലപ്പോൾ ഇവർ അതിൽ തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പോ ഒന്നും മനസ്സിലാവുന്നില്ല അല്ലേ ഗൈസ്. എല്ലാ പെട്ടി നല്ല നീറ്റിലിരിക്കുക. ഇത് ആദ്യം തന്നെ ഞാൻ ഈ ഗ്രീനാ ഗൈസ് ചൂസ് ചെയ്യുന്നത്. ആ രണ്ടോന്നുള്ള നമുക്ക് നോക്കാം. ആരുമില്ല അതില്. ഒരു ചാൻസ് പോയി, 2 ചാൻസും കൂടെ ഉള്ളു. ആ 2 ചാൻസിൽ 2 പേരെ പോയിട്ട് ഒരാളെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഇനി പിന്നെ യെല്ലോ അല്ലേ, ഈ യെല്ലോ ഞാൻ ഇതിലും മറ്റേ പുഴ ചുരുണ്ടിരിക്കുന്ന വരെ കഷ്ടപ്പെട്ട് ശ്വാസം പോലും അടക്കി പിടിച്ചിരുന്നതാണ്. ഞാൻ ബുദ്ധിപൂർവ്വം ആലോചിച്ചിന്റെ ബുദ്ധി എങ്ങനെ ഉണ്ട്. അത് കലക്കി പേടിച്ചില്ലേ? കേറി വന്ന പാടത്തിന് പറയാ ഇന്നെ പറ്റിക്കാൻ വേണ്ടി ഇവര് വേണമെന്നുണ്ടെങ്കിൽ ഇരുന്ന പെട്ടി തന്നെ ഇരിക്കും. അപ്പത്തേക്ക് ഇന്ന പകുതി കാറ്റുപോയി. ഇനി 5 കൂടെ കണ്ടുപിടിച്ച എനിക്ക് 1000 രൂപ കിട്ടും ഗൈസ്. അപ്പൊ ഷാമി യെല്ലോ, 5 ഈ 2 ഏതോ യെല്ലോ ബോക്സിൽ വളരെ സൂക്ഷിച്ച് ആലോചിച്ച് ചെയ്തോ. 5 ഇല്ലേ, ചെറിയ ബോക്സസിൽ ഓള് കഷ്ടപ്പെട്ടിരിക്കുന്നതാ. ഇത്തവണ വലിയ ബോക്സസിലാണെങ്കിലോ എനിക്ക് ഈ ബോക്സ് നല്ല സംശയമുണ്ട് ഗൈസ്. തുടക്കത്തില് ഞാൻ നോട്ടട്ടതാണ്. ഞാനിത് അടിക്കാൻ പോവാണേ. നീ അതിലിരിക്കോ? ശ്രീ ആലോചിച്ചിട്ട് ചെയ്തോ. ശ്രീ അന്നെ ഞാൻ കേൾക്കൂല. ഈ എന്നെ ഡൈവേർട്ട് ചെയ്യും ചിലപ്പോ. ഞാൻ ചെറിയ ബോക്സിൽ എപ്പോഴും ഇവള് നമ്മൾ പറയുന്നതെല്ലാം കേട്ടോ. ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അല്ല ഇവിടെ ഉള്ളിൽ വന്നിട്ട് പറഞ്ഞത്. അത് ഇവരെ മൈൻഡ് എങ്ങനെയാ ചിന്തിക്കുക, ഇവരെങ്ങനെ ചിന്തിക്കാനുള്ള എനിക്കറിയാം. പേടിയാവുന്നു ഇവളെ. ഇന്നാലും ഇവളെ കുരുട്ടുബുദ്ധിയിൽ ഇവളെ ഞങ്ങളെ കണ്ടുപിടിച്ച് ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞ സെയിം സാധനം ഇവിടെ വന്നിട്ട് പറഞ്ഞത്. ഇങ്ങനെ ചിന്തിക്കുന്ന എനിക്ക് തോന്നി. എന്ത് പണിഷ്മെന്റ് വേണം? കയ്പ മതി. കയ്പ മതി. അത് വേണ്ട. അപ്പൊ എളുപ്പമുള്ളതുകൊണ്ടല്ലേ ഈ കയ്പ. ശ്രീ പേര് തരില്ല പ്ലീസ്. ശ്രീ ഒറ്റ ഫസ്റ്റ് റൗണ്ട് കഴിയുന്നല്ലോ പ്ലീസ്. ശ്രീ വേണ്ട വേണ്ട വേണ്ട. ഞാൻ ഇങ്ങനെ ഞാൻ തരുന്നത് കഴിച്ചാൽ മതി. കുറെ കുരു ഉള്ളതൊക്കെ തരുപ്പോ. ഇതാണ് ഒരു സ്പൂണ്. അയ്യോ ഒന്ന് താഴെ പോയി. ഓക്ക് 4 കൊടുത്ത് എക്സ്പ്രഷൻ ഇടാതെ കഴിക്കണ്ട. അല്ല അങ്ങനെയൊന്നുമില്ല, പാവല്ലേ. അയ്യോ അയ്യോ കടിക്കത്.
രണ്ടുപേരും കണ്ടുപിടിച്ചോണ്ട് ശ്രീക്ക് 1000 കിട്ടി, എനിക്ക് ഓൾറെഡി ഒരു 1000 കിട്ടി. എനിക്ക് പണിഷ്മെന്റ് മാത്രം 1000 ഇല്ല. ശരിയാവാതെ അപ്പൊ ഇനി അടുത്ത് ഞാനാ. ശ്രീനെയാണ് എന്റെ ടാർഗറ്റ്. ഇത്തവണ നമ്മൾ ഭയങ്കര കണ്ണിങ് ആയിരിക്കണം ഗൈസ്. കാരണം ഷാമി ഇനി യെല്ലോയിൽ തന്നെ ഇരിക്കാൻ പറ്റൂല. പിങ്കിൽ ഇരുന്നാലും ഓള് ചിലപ്പോൾ കണ്ടുപിടിക്കും. എനിക്ക് തോന്നി ഇപ്പൊ ഇതുവരെ നമ്മള് ബ്ലൂവും പിന്നെ ആ പിങ്കും ആണ് എടുക്കാത്തത്. ബ്ലൂ എടുത്താലും ബ്ലൂ ചിലപ്പോൾ ഓള് പിടിക്കൂ. അതിപ്പോ എന്തും അങ്ങനെ ഡൗട്ട് വരില്ലേ? അത് വേഗം പിടിക്കാൻ പറ്റിയൊരു സാധനം. അതെ, ഞാൻ നേരത്തെ പറഞ്ഞ കേൾക്കായിട്ട് എന്താ ഇത്തവണ ഞാൻ റിസ്ക് ഏറ്റെടുക്കണം ഗൈസ്. ഞാൻ പറഞ്ഞ ഇവിടെ നോള് വരുമ്പോ ഇതില്ല. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഇവിടുന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് തന്നെ ആ പെട്ടിയിലുണ്ട് എന്ന് തോന്നാനും ആ പെട്ടിയിലുണ്ട് തോന്നാനും ഈ പെട്ടിയിലുണ്ട് തോന്നാനൊക്കെ ഭയങ്കര ചാൻസ് കൂടുതലായിട്ട് തോന്നില്ലേ? കൺഫ്യൂഷൻ അതിലൊന്നും ഇരിക്കാത്തൊരു പെട്ടിയിൽ വേണം നമ്മൾ ഇരിക്കാന്. എന്നാ പിന്നെ എനിക്ക് ഇതിലിരിക്കും. ഈ ഇതിലിരിക്കും, ഞാൻ അതിലിരിക്കാം. കറക്റ്റ് ഇങ്ങനെ ഇരിക്കാം. നല്ലൊരു സൂക്ഷിച്ചടക്കണേ, ഒടയരുത്. വയസ്സോട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. നേരത്തെ 2 പേരെ കിട്ടിയ പോലെ ഈ റൗണ്ടിൽ കിട്ടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ആദ്യം യെല്ലോ സെലക്ട് ചെയ്ത് പിന്നെ ഗ്രീൻ സെലക്ട് ചെയ്ത് വീണ്ടും യെല്ലോ അല്ലേ ഞങ്ങൾ എടുത്തിന്? ഏതൊക്കെയായിരുന്നു അല്ലേ? ആദ്യം യെല്ലോ പിന്നെ ഗ്രീന് വീണ്ടും യെല്ലോ. ഇത്തവണ ഞാൻ ആ ബ്ലൂ സെലക്ട് ചെയ്യുക. അത് നല്ല വൃത്തിയിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അതിലുണ്ടാവും. 3, 2, 1 ഗോ. ഓടോ, ഇതിലാരില്ല. ഇതിൽ തന്നെ ഇനി കയറിയിരിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ ഇല്ല, അത് വേണ്ട ഗൈസ്, അത് വേണ്ട. ബ്ലൂല് ഒന്നിലില്ല, ഇനി 1, 2 ബ്ലൂ ബാക്കിയുണ്ട് ഗൈസ്. ഞാൻ ഈ ബ്ലൂ സെലക്ട് ചെയ്യാം. ഓക്കെ, ഗൈസ് ഞാൻ ഈ ബ്ലൂ തന്നെ സെലക്ട് ചെയ്യാം. റെഡി? അയ്യോ, എൻ്റെ ഒരു ചാൻസ് കൂടി പോയി പോ. റെഡി? 3, 2, 1 ഗോ. എടാ, ഈ ബ്ലൂലും ഇല്ല. എനിക്ക് ഒരൊറ്റ ചാൻസേ ബാക്കിയുള്ളൂ. അതിൽ കണ്ടുപിടിച്ചാലും പണിഷ്മെന്റ് ഞാൻ തന്നെ എടുക്കേണ്ടി വരും. അടുത്ത റൗണ്ടിൽ ഞാൻ തന്നെ കണ്ടുപിടിക്കേണ്ടി വരും. ഇനി ബ്ലൂവിൽ എന്തായാലും ഇല്ല. ഇനി അടുത്തത് ഈ ഗ്രീനിലുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇത് മൊത്തം കൺഫ്യൂഷൻ ആയി ഗൈസ്. ഞാൻ ലാസ്റ്റ് ആയിട്ട് ഈ ഗ്രീൻ സെലക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. റെഡി? 3, 2, 1 ഗോ. കഴിഞ്ഞു എന്റെ ചാൻസ്, കഴിഞ്ഞു എന്റെ 3 ചാൻസ് കഴിഞ്ഞു. എണീറ്റോ? എടാ എണീറ്റോ? 5 ശ്രീയുടെ പിങ്ക്. ഞാൻ പിങ്ക് ഇതുവരെ ഒരു പിങ്ക് പോലെ എടുത്തിട്ടില്ല. ഞാൻ ഇവിടെ പോയോക്കി. ശ്രീ എങ്ങനെയുണ്ട് നമ്മളെ ബുദ്ധി? നേരത്തെ 1000 കിട്ടിയ പോക്ക് അഹങ്കാരം കൂടാന്ന് എനിക്കൊരു ഡൗട്ട്. അതെ, 1000 കിട്ടാത്തൊരു ഇവിടെ ഡയലോഗ് അടിക്കണ്ട. അത് കിട്ടിയ അത് ശരിയാണ്. ആദ്യമായിട്ടാണ് കണ്ടുപിടിക്കുന്ന ആൾക്ക് പണിഷ്മെന്റ് എടുക്കാൻ പോകുന്നത്. അത് നമ്മൾ എത്ര എടുത്തിരിക്കുന്നു? എനിക്കിതൊക്കെ ഒരു ശീലാണ്. ഒന്ന് മിണ്ടാതൊക്കെ പറയട്ടെ. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഹൈഡ് ആൻഡ് സീക്കിന്റെ ചരിത്രത്തിൽ 2 പേരെ ഒറ്റടിക്ക് ഞാൻ കണ്ടുപിടിച്ചത്. കഴിഞ്ഞോ? വീരവാദം കഴിഞ്ഞോ? ശ്രീക്ക് ഒരു പണിഷ്മെന്റ്, എനിക്കൊരു പണിഷ്മെന്റ് കൊടുക്കാനുള്ള ചാൻസ് തരുമോ? വേണ്ടേ? ഞാൻ കയ്പൊക്കെ കൊടുക്കാം. 2 സ്പൂൺ കൈപ്പയ്ക്ക് കൊടുക്കും. ഒരു സ്പൂൺ മതിയോ? ഒരു സ്പൂണ് ഞാനും ഒരു സ്പൂൺ ഞാനും. അടുത്തത് ഞാൻ നിങ്ങളെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 10 സ്പൂൺ തരല്ലേ? അയ്യോ, ഒരു പീസ് ഇനി ഒരു പീസിന്റെ വക. കുറച്ചുകൂടെ കഷ്ണമായിരുന്നു. ഒരു സ്പൂൺ കൂടെ. ചെറുതാ, കുറച്ചേ ഉള്ളൂ. ഇപ്പൊ ഒരു സമാധാനം ഉണ്ട്. 1000 കിട്ടാഞ്ഞാലും കേട്ടോ. രണ്ടാളും പിടിച്ചു കഴിഞ്ഞാല് 1000 കിട്ടാൻ അടുത്ത 1000 കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്.
പോയി ഒളിച്ചോ, ഞാൻ പോയിട്ട് അവിടെ പൊളിക്കാം. ഇത്തവണ പ്രതികാര ദാഹിയായിട്ടായിരിക്കും ഗൈസ് ഷാമി വരുന്നത്. ഞാനത് പ്രതീക്ഷിക്കാതെ കുറച്ചധികം കയ്പൊക്കെ കൊടുത്തു. ഇത്തവണ ഭയങ്കര കെയർഫുൾ ആയിട്ട് ഞാൻ വിളിച്ചു. പറയുമ്പോ ബ്ലൂ മതി ശ്രീ. എന്റെ അമ്മേ, പിങ്ക് വേണോ? പിങ്ക് തന്നെ ഇതിൽ തന്നെ ഇരുന്നാട്ടെ. ഇതില് തന്നെ വേണ്ടല്ലേ, അതിന് ഭംഗിയില്ല. എനിക്ക് ബ്ലൂ ഇതുവരെ എടുക്കാൻ അത് അയ വേണം പിടിക്കുക, അതാ പ്രശ്നം. എടി ഞാൻ പറയാം, പിങ്ക് തന്നെ വിളിക്കാം. ഈ ഇതിലും ഞാൻ അതിലും കണ്ടുപിടിക്കൂലേ? ഈ നേരത്തെ ഞാൻ പറഞ്ഞ സേഫ് ആക്കി തന്നു, ഇനി ഈ പറയുന്ന പോലെ. എന്നാ ഞാൻ എന്താ പറയുന്നത്? ഓക്കെ, എന്നാ ശരി, ഞാൻ ഇതിലിരിക്കട്ടെ. എങ്ങനെയൊക്കെ ഇതിൽ കയറി ഹൈറ്റ് കൂടുതലായതുകൊണ്ട് കയറാൻ ബുദ്ധിമുട്ട്. കണ്ടുപിടിച്ച് കഴിഞ്ഞോളൂ, ഞങ്ങൾ കൊല്ലും. ഗൈസ്, അടുത്ത 1000ത്തിന് വേണ്ടി ഞാൻ പൊരുതാൻ പോവാണ്. പറയുമ്പോൾ ഞാൻ ചിരിക്കട്ടെ, എനിക്ക് നല്ല സങ്കടമുണ്ട് ഗൈസ്. ഇനി അടുത്തതായിട്ട് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്ന ഏതാന്ന് എനിക്കറിയില്ല, സത്യം പറയാല ഗൈസ്. നല്ല കൺഫ്യൂഷനിലാണ് ഞാൻ. ഈ ഗ്രീൻ എന്താ ചെരിഞ്ഞിരിക്കുന്നത്? വേണ്ട, അത് ചിലപ്പോൾ എന്നെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് അങ്ങനെ ചെരിച്ചു വെച്ചതായിരിക്കും ഗൈസ്. ഫസ്റ്റ് തന്നെ ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് നേരത്തെ ഇവർ രണ്ടാളും ഈ 2 പിങ്കിലാണ് ഇരുന്നത്. ഇത്തവണ ഏതിലാണ്? ഒരാളെന്നെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിയാൽ മതി. എനിക്ക് പണിഷ്മെന്റ് തൊഴിവായി കിട്ടിയാൽ മതി. ഇതിൽ ഇതുവരെ ആരും ഇരുന്നിട്ടില്ല, അതുകൊണ്ട് ഫസ്റ്റ് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഗ്രീൻ ആണ് കേട്ടോ. റെഡി, 3, 2, 1 ഗോ. വീണ്ടും ഒരു ചാൻസ് പോയി. എനിക്ക് 2 ചാൻസ് ഉള്ളൂ. ഇതിൽ കണ്ടുപിടിച്ചില്ല, നാണക്കേടാണക്കാക്ക. എന്തെങ്കിലും ഒരു ക്ലൂ താ. ഈ സൈഡാണോ ഈ സൈഡാണോ അറിയില്ലല്ലേ. ഗ്രീൻ ഞാനിപ്പോ അടിച്ചതിൽ ഏതെങ്കിലും ഗ്രീൻ കളറിലാണോ? നേരത്തെ ഒരു പിങ്കിൽ ഒളിച്ചത് കൊണ്ട് തന്നെ ചിലപ്പോ നീ ഇതിലും ഒരു പിങ്കിൽ ഒളിച്ചാലോ. ഞാൻ ഈ പിങ്ക് സെലക്ട് ചെയ്യാണ്. ഇതിൽ ഇതുവരെ ആരും ഒളിച്ചില്ലല്ലോ. ഇത് ഞാൻ സെലക്ട് ചെയ്യാൻ പോവാണ്. റെഡി, അറിയാതെ തട്ടിപ്പോയതാണ്. ഈ പിങ്ക് സെലക്ട് ചെയ്ത് നോക്കാം. 3, 2, 1 ഗോ. എനിക്ക് എന്തോ ഭാഗ്യത്തിന് പിങ്ക് എടുക്കാൻ തോന്നിയത്. കഴിഞ്ഞ പ്രാവശ്യം ഇവര് പിങ്കിൽ ഒളിച്ചോണ്ട് തന്നെ ഈ പ്രാവശ്യം പിങ്കിൽ ഒളിക്കൂല എന്ന് വിചാരിച്ചിട്ട് തലക്കൊന്ന് തരട്ടെ. ഇനി അടുത്ത 5 ഇതിലോ അതിലോ ഉണ്ട്. 5 നേരത്തെ ഇതിലേനു. നേരത്തെ 5 അതിലല്ലേനോ? പറഞ്ഞുണ്ടോ? അത് പറഞ്ഞിരുന്നതിനിപ്പോ എന്താ? നേരത്തെ 5 ഇതിലേനു എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെയാണെങ്കിൽ 5 ഇതിലിരിക്കാനാണ് ചാൻസ്. ഗൈസ്, അടുത്തത് ഞാനിത് സെലക്ട് ചെയ്യാൻ വേണ്ടി പോവാം. അപ്പൊ ഇത് തന്നെ ഉറപ്പിച്ച്. റെഡി, 3, 2, 1 ഗോ. ഞാൻ എന്നോട് പറഞ്ഞതല്ലേ പിങ്കിൽ ഒളിക്കണ്ട. എത്ര കഷ്ടപ്പെട്ടിട്ട് അറിയിട്ട് ഉള്ളിൽ ഞങ്ങൾ കേട്ടിയത്, എന്നിട്ട് വെറുതെ ഒരു കാര്യമില്ലാണ്ടായി. ഈ ചാലഞ്ചിൽ ഗൈസ് 2000 ഇങ്ങനത്തെയൊക്കെ വെക്കാൻ പറഞ്ഞ 1000 ഉറുപ്പിക ഒന്നും വേണ്ടായിരുന്നു. ഇറങ്ങി പണിഷ്മെന്റ് കിട്ടിയിട്ടെങ്കിൽ പൈസ ഇട്ടിയാൽ മതി. ഇറങ്ങി. ഈ റൗണ്ടിൽ ഫസ്റ്റ് തന്നെ ഞാൻ ശ്രീക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നത് കൈപ്പക്കല്ല, 5ക്കാണ് കൈപ്പക്ക. തുറക്ക്. അത് പോട്ടെ, എല്ലാം പോട്ടെ. മതി. ഇനി അടുത്തതായിട്ട് ഞാൻ ശ്രീക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ചെറുനാരങ്ങയാണ്. ഓർമ്മയുണ്ട്. ഒരു സ്പൂണിൽ 4. ഇനി നമുക്കിത് കണ്ടിരിക്കാം. കാണട്ടെ എക്സ്പ്രഷൻ കാണട്ടെ. ഒരാൾക്ക് കഴിപ്പിയും ഒരാൾക്ക് പൊളിയും. ഇവര് പണിഷ്മെന്റ് എടുക്കുമ്പോ തന്നെ 1000 രൂപ വാങ്ങുമ്പോൾ സന്തോഷം. അവിടെ 2000 രൂപ, മറ്റേ 1000 ഞാൻ കാണിച്ചിടാം. 2000 രൂപയുടെ ഈ ചാലഞ്ച് ഞാൻ ഉണ്ടാക്കിയത്. 500 രൂപ പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. കണ്ടുപിടിക്കണം, രണ്ടാളെ ആദ്യം കണ്ടുപിടിക്കണം, എന്നാലും എനിക്ക് ഗെയിമിൽ വരാൻ പറ്റുള്ളൂ. നിങ്ങളൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് എനിക്ക് കിട്ടാത്തത്. ശരിയാ, ഇവള് ഫസ്റ്റ് കിട്ടുന്നില്ല. ആദ്യം ശ്രീനെ കണ്ടുപിടിക്കും. ഞങ്ങൾ ഇത്തവണ ബ്ലൂവിൽ ഇരിക്കാന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ബ്ലൂ ഇതുവരെ ആരും ഒളിച്ചിട്ടില്ല. ചിലപ്പോൾ ഞങ്ങളെ മനസ്സ് റീഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ എന്താണ് പറയുന്നത് പക്കയായിട്ടാണ് പറഞ്ഞത്. പക്ഷെ ബ്ലൂ തന്നെ സെലക്ട് ചെയ്യാല്ലേ? പിങ്ക് തന്നെ സെലക്ട് ചെയ്താലോ? വേണ്ടല്ലേ? പിങ്ക് 3 ഇപ്പൊ നേരത്തെ ഇരുന്ന് അതിന്റെ മുന്നേ ഇരുന്നു. എനിക്കൊന്നും ബ്ലൂ എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ബ്ലൂവിലിരുന്നു. ഈ ബ്ലൂ അല്ല, ആ ബ്ലൂ ഞാൻ എനിക്ക് കാണുമ്പോ തന്നെ പേടിയാന്ന്. അതിലിവിടെ നീ ഒന്ന് നോക്ക്, അടി കൊടുക്കാൻ തോന്നില്ല ബ്ലൂവിനെ കണ്ടിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്. എന്നാ ഒരു കാര്യം ചെയ്യും, ഇതിലിരുന്നോ? ഇത് കുറച്ച് നീറ്റ് നിൽക്കുന്നുണ്ട്.
അഞ്ചി അവിടെ ഞാൻ ഇവിടെ ഓക്കെ. ഇതിനുള്ളിൽ ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിനുള്ളിൽ കഴിച്ച് നമുക്ക് ഒരാൾക്ക് ഇങ്ങനെ ചുരുണ്ടിരിക്കാനുള്ള സ്ഥലമുള്ളൂ. ഞാൻ കാണിച്ചു തരാം. അത് കുറച്ചുകൂടെ വലിപ്പുണ്ടോ? ഇല്ല സെയിം അല്ലേ? ഇത് നേരെ വെക്കണേ. ബൈ. മറ്റേ ബ്ലൂ വെച്ചാലോ? ഈ ബ്ലൂ ഫസ്റ്റ് എന്നോട് ചിലപ്പോൾ ഒന്ന് സെലക്ട് ചെയ്താലോ? അഞ്ചി ഞാൻ ആ ബ്ലൂവിൽ ഒളിച്ചാലോ? ഓള് ചിലപ്പോൾ അങ്ങനെയല്ലേ ആലോചിക്കുക, വലിയ പെട്ടിയിൽ. ഗൈസ് ഞാൻ അതിൽ വിളിക്കാം. ഞാൻ ചെയ്യുന്നത് അബദ്ധമാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ഉള്ളിൽ ഇരിക്കെങ്കിലും ചെയ്യുമായിരിക്കും. അങ്ങനെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയൊക്കെ കയറി സ്റ്റാറ്റസ് കണ്ടുപിടിക്കില്ല എന്ന് വിചാരിക്കുന്നു. ഇത്തവണ ഷാമീൻ എന്തായാലും കിട്ടാറ് ഗൈസ്. പാവ അഞ്ചി പണിഷ്മെന്റ് മാത്രം എടുത്തിരിക്കുകയാണ്. ഇതില് ഈ ബ്ലൂ ബോക്സ് എനിക്ക് സംശയമുണ്ട്. ഇതിൽ എന്റെ ഒരു ചാൻസ് പോയി. 2 എണ്ണം ബാക്കി. ഇനിയിപ്പോ വേറെ ഏതെങ്കിലും ബ്ലൂ ബോക്സിലിരിക്കുവോ? വേണ്ട, ഞാൻ യെല്ലോ സെലക്ട് ചെയ്യാം. ഒന്ന് ഈ യെല്ലോ ഞാൻ സെലക്ട് ചെയ്യണേ. ഈ യെല്ലോ വേണോ? ആ യെല്ലോ സെലക്ട് ചെയ്യാം. ഇതിലിരിക്കാൻ ചിലപ്പോ ചാൻസ് ഉണ്ട്. ഷാമിന് ചിലപ്പോ ഇരിക്കാൻ ചാൻസ് ഉണ്ട്. നല്ല ഈ ഒരു ഒറ്റ ചാൻസ് ഞാൻ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യണം ഗൈസ്. ഈ പെട്ടിയിൽ ഇതുവരെ ആരും ഇരുന്നിട്ടില്ല, പക്ഷെ ഇത് നല്ല നീറ്റായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അതൊന്നെടുത്ത് ഇതൊന്നെടുത്ത്, ഒരു ബ്ലൂ എടുത്ത് ഒരു യെല്ലോ എടുത്ത്. ഒറ്റ ചാൻസും കൂടിയുള്ളൂ. 1000 രൂപ കിട്ടിയില്ലെങ്കിൽ എനിക്ക് പണിഷ്മെന്റ് കിട്ടാതിരുന്നാൽ മതി. ഇത് വേണോ ഇത് വേണോ? ഞാനിത് ചൂസ് ചെയ്യും. ഫസ്റ്റ് വന്നിട്ട് പറഞ്ഞു ബ്ലൂവിൽ ആരും ഇതുവരെ ഇരുന്നില്ലല്ലോ. പേടിച്ച് അല്ല, ഇതിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇതുവരെ ആരും ഈ ബോക്സിനുള്ളിൽ ഇരുന്നിട്ടില്ലാന്ന്. ഇല്ലേ ഈ പറഞ്ഞില്ലേ? കാൽക്കുലേഷൻ ചെറുതായിട്ട് രണ്ടാള് പണിഷ്മെന്റ് വരണം. രണ്ടാളും കൂടെ എനിക്ക് എന്തെങ്കിലും തന്നത് കൈപ്പക്കി. ഞാൻ ആദ്യം ഈ ബ്ലൂ ലൈൻ ഇരുന്നത്, എന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് എണീറ്റിട്ട് ഞാൻ ഇതിലിരിക്കില്ല, വലുതിരിക്കാൻ. ചിലപ്പോ ഈ വലുതെന്ന് ഞങ്ങൾ വലുതിലിരിക്കും എന്നുള്ളത് ഈ മാറ്റി ചിന്തിക്കല്ലോ. ചെറുതിലാണ് എന്തായാലും ഫസ്റ്റ് എന്നോട് വന്നിട്ട് ബ്ലൂ ആ സെലക്ട് ചെയ്ത്. ചെറുതായിട്ടൊന്ന് പാടി. 2 പേരും ഇല്ലാത്ത കറക്റ്റ് ബ്ലൂ തന്നെ ഞാൻ പോയി എടുത്തു. അതെ, അതിൽ ഞാൻ ഇരുന്നിട്ട് അവിടുന്ന് എണീറ്റിട്ട് അതിലേക്ക് പോയതാണ്. ആ പണിഷ്മെന്റ് ഇതിൽ ഏതാ അഞ്ച് ശ്രീക്ക് കൊടുക്കാൻ പറ്റിയ പണിഷ്മെന്റ്? 2 എണ്ണം ഉണ്ട്. ഇത് ഓള് കഴിച്ചതാണ്, അതും കഴിച്ചതാണ്. ഇത് കഴിച്ചതാ? കയ്പ് കഴിച്ചതാ? കയ്പ് എന്നാ ആദ്യം നമുക്ക് പേസ്റ്റ് കൊണ്ട് ഫേഷ്യൽ ചെയ്യാം. കേട്ടോ, റെഡ് ഫേഷ്യൽ. ഇവിടെ എങ്ങനെ ബ്ലഷ് ഇട്ട് കൊടുക്കാം നമുക്ക്? അങ്ങനെ ഹാർട്ട് ഇല്ലേ, ഹാഫ് ഹാർട്ട്. ആ സോ അവിടെ ബ്ലഷ് ആയിപ്പോ ഞാൻ ഹാഫ് ഹാർട്ട് ഇട്ടാര ഇവിടെ. ഈ പേസ്റ്റ് ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. നല്ല ഭംഗിയുള്ള ഹാർട്ട്. 2 പേർക്ക് കൊടുക്കാലോ. അപ്പൊ രണ്ടാമത്തെ പണിഷ്മെന്റ് എടുക്കാം. തരാലോ. ഇപ്പൊ നല്ല രസമുണ്ട്. മേക്കപ്പും ആയി, ഫുഡും ആയി. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ പൈസ കിട്ടിയത് 2000 രൂപ. എനിക്ക് 5ന്റെ പൈസ കിട്ടിയില്ല, ഇഷ്ടംപോലെ പണിഷ്മെന്റ് കിട്ടി. അപ്പൊ ഗൈസ് ഒഫീഷ്യലി ഇതിൽ വിന്നർ അടിക്കുന്നത് ഞാനല്ലേ? അല്ലേ ഞാനല്ലേ വിന്നർ? 1000 കിട്ടി, ഇവക്ക് 2000 കിട്ടി. എനിക്ക് 5ന് പൈസ കിട്ടിയില്ല. അന്റെ ബുദ്ധി കൊണ്ട് ഞാൻ അവിടെ ഉള്ളിലിരിക്കുന്നതുകൊണ്ട് ഇവരാരും അത് കണ്ടുപിടിക്കുന്നില്ല. പക്ഷെ ഇതില് ശരിക്കും സെക്കൻഡ് കണ്ടുപിടിക്കുന്നവർക്കാട്ടോ ബുദ്ധിമുട്ട്. കാരണം ക്യാഷ് പ്രൈസും കിട്ടൂല, കണ്ടുപിടിച്ച പണിഷ്മെന്റും ഏറ്റെടുക്കേണ്ടി. അതാണ് ഞാൻ. അതൊക്കെ കാശ് ഇതിൽ 2000 രൂപയാണ് കിട്ടിയത്. എനിക്ക് 1000 രൂപയും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ അഭിപ്രായങ്ങൾ നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ this is ശ്രീലക്ഷ്മി, this is Shamya, this is Sanjita. signing off.